നമസ്കാരം. ആരോഗ്യ കേരളം എന്നത് നമ്മുടെ രാജ്യത്തിന് തന്നെ അഭിമാനകരമായി മുന്നോട്ടു പോകുന്ന സംസ്ഥാനം ആണ്. അതേസമയം ആരോഗ്യ കേരളത്തിലും ചില പുഴുക്കുത്തുകൾ ഉണ്ട് എന്ന് തുറന്നു പറഞ്ഞത് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രശസ്തമായ ആശുപത്രിയിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഡോക്ടർ ആയിരുന്നു. ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തൽ അന്ന് വലിയ തോതിൽ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരുന്നു. ആരോഗ്യമന്ത്രി തന്നെ പറഞ്ഞത് ഈ പിഴവുകൾക്ക് കാരണം നമ്മുടെ സംവിധാനത്തിലെ അപാകതകൾ ആണ് എന്നാണ്, അതായത് സിസ്റ്റത്തിൻ്റെ പ്രശ്നം ആണ് എന്നുള്ളതായിരുന്നു. എന്നാൽ ഇപ്പോൾ മന്ത്രി തന്നെ ആ പഴയ സിസ്റ്റത്തിൻ്റെ ഭാഗമാകുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇപ്പോൾ ഈ വെളിപ്പെടുത്തൽ നടത്തിയ ഡോക്ടറെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് മന്ത്രി എത്തുന്നത് എന്ന് മാത്രവുമല്ല, വെളിപ്പെടുത്തൽ നടത്തിയതിന് നടപടി ഉണ്ടാകും എന്ന സൂചനകൾ ഉൾപ്പെടെയാണ് പുറത്തു വരുന്നത്. ഈ വാർത്തയടക്കം നമുക്ക് വിശദമായി പരിശോധിക്കാം. ന്യൂസ് അറ്റ് 9 ആരംഭിക്കുകയാണ്. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. പുരസ്കാര നിറവിൽ വീണ്ടും മലയാളം. Best Actress in a Supporting Role is also a shared award. The first one is for the Malayalam film Ululukku. It goes to the actress Urvashi. Best Actor in a Supporting Role is again shared. The first one is to Pukkalam. The supporting actor is Sri Vijay Raghavan. ഉർവശി മികച്ച സഹനടി, വിജയരാഘവൻ മികച്ച സഹനടൻ, മികച്ച പ്രൊഡക്ഷൻ ഡിസൈനർ മോഹൻദാസ്, എഡിറ്റർ മിഥുൻ മുരളി. മികച്ച നടന്മാർ ഷാരൂഖ് ഖാനും വിക്രാന്ത് മാസിയും, റാണി മുഖർജി നടി. മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധി വെളിപ്പെടുത്തിയ ഡോക്ടർ ഹാരിസിനെതിരെ ആരോഗ്യവകുപ്പ്. ഉപകരണങ്ങളിൽ ചിലത് കാണാനില്ല, ചിലത് ബോധപൂർവം കേടുവരുത്തിയെന്ന ഉപസമിതി റിപ്പോർട്ട്. മറുപടിയുമായി ഡോക്ടർ ഹാരിസ്, ഉപകരണത്തിന്റെ എല്ലാ ഭാഗവും ആശുപത്രിയിലുണ്ട് എന്ന് വിശദീകരണം. VC നിയമനത്തിൽ സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് തീരുന്നില്ല. സർക്കാർ നൽകിയ പാനൽ തള്ളി താൽക്കാലിക VCമാരെ നിയമിച്ച് രാജ്ഭവൻ. സിസ തോമസിനും ശിവപ്രസാദിനും പുനർനിയമനം. സുപ്രീം കോടതിയോടുള്ള വെല്ലുവിളിയെന്ന് സർക്കാർ. കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയിൽ വിധി നാളെ. ജാമ്യത്തെ കാര്യമായി എതിർക്കാതെ പ്രോസിക്യൂഷൻ. മാർ ആൻഡ്രൂസ് താഴത്തിനെ അരമനയിൽ എത്തിക്കണ്ട് രാജീവ് ചന്ദ്രശേഖർ. ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതകത്തിൽ 4ാം ദിവസവും തെളിവെടുത്തു. 8ാം പോയിന്റിൽ കാര്യമായൊന്നും കണ്ടെത്താനായില്ല. തെരച്ചിൽ കൂടുതൽ ഊർജിതമാക്കാൻ പ്രത്യേക അന്വേഷണ സംഘം. കോതമംഗലത്തും പാറശാല ഷാരോൺ മോഡൽ കൊലപാതകം. യുവാവിനെ വിഷം നൽകി കൊലപ്പെടുത്തിയ പെൺ സുഹൃത്ത് അറസ്റ്റിൽ. മരിച്ചത് മാതിരപ്പള്ളി സ്വദേശി അൻസിൽ. വീട്ടിലേക്ക് വിളിച്ചു വരുത്തി വിഷം നൽകിയെന്ന പ്രതി അദീന. ചേർത്തലയിലെ സെബാസ്റ്റ്യനെതിരെ ഐഷ തിരോധാന കേസിലും നിർണായകമായ വെളിപ്പെടുത്തൽ. ഐഷയുമായി അടുത്ത ബന്ധം ഉണ്ടായിരുന്നുവെന്ന് സെബാസ്റ്റ്യന്റെ പെൺ സുഹൃത്ത് റോസമ്മ. സെബാസ്റ്റ്യന് നൽകിയ പണം ചോദിക്കാൻ പോയ ദിവസം ആണ് ഐഷയെ കാണാതായത് എന്നും റോസമ്മ. ന്യൂസ് 18 വാർത്തയെ തുടർന്ന് റോസമ്മയെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം. കോഴിക്കോട് താമരശ്ശേരിയിൽ 12-കാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ വൃദ്ധൻ അറസ്റ്റിൽ. 70-കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തത് DNA പരിശോധനയ്ക്ക് ശേഷം. പെൺകുട്ടി ഗർഭിണിയാണ് എന്നറിഞ്ഞത് വയറുവേദനയെ തുടർന്ന് ചികിത്സയ്ക്ക് എത്തിയപ്പോൾ. ഓവൽ ക്രിക്കറ്റ് ടെസ്റ്റിലും പിടിമുറുക്കി ഇംഗ്ലണ്ട്. ഇന്ത്യ 224 റൺസിന് പുറത്ത്. കരുൺ നായർക്ക് അർദ്ധ സെഞ്ചുറി. ഒമ്പത് മണി വാർത്ത ആദ്യം പരിശോധിക്കുന്നത്. ഇന്ന് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനത്തിൽ പുരസ്കാരത്തിന്റെ നിറവിൽ ആണ് മലയാളം. 71ാമത് ദേശീയ പുരസ്കാരങ്ങളായിരുന്നു പ്രഖ്യാപിച്ചത്. മികച്ച ചിത്രമായി വിധു വിനോദ് ചോപ്ര സംവിധാനം ചെയ്ത 12th ഫെയിൽ തെരഞ്ഞെടുക്കപ്പെട്ടു. അതേസമയം മലയാളത്തിന് 4 പുരസ്കാരങ്ങളാണ് ലഭിച്ചത്. മികച്ച സഹനടിയായി ഉർവശിയും മികച്ച സഹനടനായി വിജയരാഘവനും തെരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച പ്രൊഡക്ഷൻ ഡിസൈനറായി 2018 എന്ന ചിത്രത്തിലൂടെ
മോഹൻദാസ് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ മികച്ച എഡിറ്ററായി പൂക്കാലം എന്ന ചിത്രത്തിലൂടെ മിഥുൻ മുരളി സ്വന്തമാക്കുകയും ചെയ്തു. മികച്ച നടനായി ഷാരൂഖ് ഖാനും മികച്ച നടിയായി റാണി മുഖർജിയും കരിയറിലെ ആദ്യ ദേശീയ പുരസ്കാരം നേടി. വിക്രാന്ത് മാസി ഷാരൂഖിന് ഒപ്പം ഈ അവാർഡ് മികച്ച നടൻ എന്ന പുരസ്കാരം പങ്കിടുകയും ചെയ്തു. മലയാളത്തിന് വീണ്ടും തിളക്കമേറുന്നതാണ് 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം. ഉർവശി മികച്ച സഹനടിയായപ്പോൾ മികച്ച സഹനടനായി വിജയരാഘവൻ തിരഞ്ഞെടുക്കപ്പെട്ടു. തന്റെ രണ്ടാമത്തെ ദേശീയ പുരസ്കാരം ലീലാമ്മ എന്ന കഥാപാത്രത്തിലൂടെ ഉർവശി സ്വന്തമാക്കിയപ്പോൾ വിജയരാഘവൻ തന്റെ ആദ്യ ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടി. മികച്ച നടനായി ഷാറൂഖ് ഖാൻ, വിക്രാന്ത് മാസി എന്നിവരെ തിരഞ്ഞെടുത്തു. ജവാൻ എന്ന ചിത്രത്തിലൂടെ ഷാറൂഖ് നേട്ടം കൈവരിച്ചപ്പോൾ 12th ഫെയിലിലൂടെയാണ് വിക്രാന്ത് മാസി അവാർഡ് സ്വന്തമാക്കിയത്. റാണി മുഖർജിയാണ് മികച്ച നടി. മിസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന ചിത്രത്തിലെ പ്രകടനത്തിലൂടെയാണ് റാണി മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം സ്വന്തമാക്കിയത്. വിക്രാന്ത് മാസിയെ നായകനാക്കി വിധു വിനോദ് ചോപ്ര സംവിധാനം ചെയ്ത 12th ഫെയിൽ മികച്ച ഫീച്ചർ ഫിലിമിനുള്ള ദേശീയ പുരസ്കാരം നേടി. ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്ത മലയാള ചലച്ചിത്രം ഉള്ളൊഴുക്കിനും ഗണേഷ് രാജ് സംവിധാനം ചെയ്ത പൂക്കാലം എന്ന ചിത്രത്തിനും 2 പുരസ്കാരങ്ങൾ ലഭിച്ചു. മികച്ച മലയാള ചിത്രമായും ഉള്ളൊഴുക്കിനെ തിരഞ്ഞെടുത്തു. ഒരുപാട് വർഷത്തെ പ്രയത്നമാണ് ഉള്ളൊഴുക്കെന്ന് പുരസ്കാര നേട്ടത്തിന് ശേഷം ക്രിസ്റ്റോ ടോമി പ്രതികരിച്ചു. സോ എന്താണ് ബ്ലെസ്ഡ് എന്ന് പറയാനേ ഉള്ളൂ. ഏറ്റവും ടാലന്റ് ആയിട്ടുള്ള 2 ആക്ടേഴ്സിനോട് വർക്ക് ചെയ്യാൻ പറ്റിയിരുന്നു. അവരില്ലെങ്കിൽ ഈ സിനിമയില്ല. അവരുടെ പെർഫോമൻസ് ആണ് ഈ സിനിമയെ എലിവേറ്റ് ചെയ്യുന്നത്. ഞാൻ എഴുതി വെച്ച പല സീൻ പോലും അവർ ചെയ്യുന്നത് കാണുമ്പോൾ അതിൻ്റെ ഒരു പുതിയ മാനവും പുതിയൊരു ഇമ്പാക്റ്റും ഒക്കെ ഉണ്ടാകുമായിരുന്നു. മികച്ച തെലുങ്ക് ചിത്രമായി ഭഗവന്ത് കേസരിയെയും മികച്ച തമിഴ് ചിത്രമായി പാർക്കിങ്ങും തിരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച ജനപ്രിയ ചിത്രമായി റോക്കി ഓർ റാണി കി പ്രേം കഹാനി തിരഞ്ഞെടുക്കപ്പെട്ടു. ദേശീയ സാമൂഹിക പാരിസ്ഥിതിക മൂല്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന മികച്ച ഫീച്ചർ ഫിലിമിനുള്ള ദേശീയ പുരസ്കാരം സാം ബഹാദൂറിന് ലഭിച്ചു. മികച്ച കുട്ടികളുടെ ചിത്രമായി നാൽ 2 തിരഞ്ഞെടുക്കപ്പെട്ടു. ഉർവശിക്കൊപ്പം ഗുജറാത്തി നടി ജാനകി ബോദിവാലയും മികച്ച സഹനടിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. പാർക്കിംഗ് എന്ന ചിത്രത്തിലൂടെ MS ഭാസ്കറയും വിജയരാഘവനൊപ്പം മികച്ച സഹനടനായി തിരഞ്ഞെടുത്തു. പൂക്കാലത്തിലൂടെ മിഥുൻ മുരളി മികച്ച എഡിറ്റർക്കുള്ള പുരസ്കാരം സ്വന്തമാക്കി. മികച്ച പ്രൊഡക്ഷൻ ഡിസൈനർ ജൂഡ് ആന്റണിയുടെ സംവിധാനത്തിലൊരുങ്ങിയ 2018 എന്ന ചിത്രത്തിലൂടെ മോഹൻദാസും നേടി. 2023 സെൻസർ ചെയ്ത സിനിമകൾ പരിഗണിച്ചാണ് പുരസ്കാരം നിർണയിച്ചത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ശ്രീജ ശ്യാം ചേരുന്നുണ്ട്. അതിനു മുമ്പ് ഈ വർഷങ്ങൾ നീണ്ട പ്രയത്നമാണ് അവാർഡിൽ എത്തിച്ചത് എന്നുള്ളതായിരുന്നു MK രാംദാസിന്റെ പ്രതികരണം. മാധ്യമപ്രവർത്തകൻ ആയതിനാൽ സൂക്ഷ്മതയോടെ കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കാൻ കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ നമ്മളൊരു പിന്തുടരുകയാണ് ചെയ്തത്. കുറേ കാലത്തെ ഒരു പിന്തുടരലാണ്. ഞാനൊരു ജേർണലിസ്റ്റ് കൂടി ആയതുകൊണ്ട് തന്നെ നമ്മൾ ദീർഘകാലമായിട്ട് അദ്ദേഹത്തിൻ്റെ ഇത്തരം ആക്ടിവിറ്റികൾ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ സൂക്ഷ്മമായിട്ട് വിലയിരുത്താറുണ്ട്. അപ്പോൾ അത് നമ്മളുണ്ടാക്കിയിട്ടൊരു താല്പര്യമാണ് നമ്മൾ ഇങ്ങനെ ഇതൊരു ഡോക്യുമെൻ്ററി ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. പലരുടെയും സഹായത്തോട് കൂടിയിട്ടാണിത്. 2018 മുതലുള്ള ഒരു വലിയ എഫേർട്ട് ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ ഒന്നെന്താ പറഞ്ഞാൽ ഇതിൻ്റെ സബ്ജക്റ്റാണ് ഇതിൻ്റെ പ്രശ്നം. ഇതൊരു വളരെ പൊളിറ്റിക്കലായിട്ടുള്ളൊരു സബ്ജക്റ്റ് ആണെന്നുള്ള രീതിയിലാണ് ഞാൻ ഇതിനെ വിലയിരുത്തിയത്. കാരണം പാരമ്പര്യമായിട്ട് നമ്മളുടെ കൈവശമുള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു. നമ്മളുടെ ഭക്ഷണം നഷ്ടപ്പെട്ടു പോകുന്നു. നമ്മളുടെ സംസ്കാരം നഷ്ടപ്പെട്ടു പോകുന്നു. സംസ്കാരവും ഭക്ഷണവും ഒക്കെ ഒന്നാണ്, അല്ലെങ്കിൽ അതിന് അഭേദ്യമായ ബന്ധങ്ങളുണ്ടെന്നൊക്കെ കരുതുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതിനെ സംരക്ഷിക്കുക എന്നുള്ളതല്ല, അതിനെ നമ്മൾ ചൂണ്ടിക്കാണിക്കണം. സമൂഹത്തിൻ്റെ മുന്നിലൊരു മാതൃകയായിട്ട് അതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ളൊരു അന്വേഷണം കൂടിയാണ് ഈ ഒരു ഡോക്യുമെൻ്ററി അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. എന്തായാലും എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഇത് ഈ ഒരു ആശയം, അത് എന്താണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു ആശയം, അത് മുന്നോട്ട് വെക്കാനൊക്കെ ഈ ഒരു പുരസ്കാര ലബ്ധിയിലൂടെ, ഇങ്ങനൊരു ആദരവ് എനിക്ക് കിട്ടുന്നതിലൂടെ എനിക്ക് കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വലിയ സന്തോഷം എന്നായിരുന്നു നടൻ വിജയരാഘവൻ പ്രതികരിച്ചത്. ലഭിച്ചത് രാജ്യത്തിന്റെ അംഗീകാരമാണ്. സിനിമയിൽ 42 വർഷം കഴിഞ്ഞു. പ്രേക്ഷകന്റെ ഇഷ്ടമാണ് നയിക്കുന്നത് എന്നും വിജയരാഘവൻ പ്രതികരിച്ചു. സന്തോഷം. പിന്നെ ആദ്യമായിട്ടുള്ളൊരു നാഷണൽ അവാർഡ് കിട്ടുന്നത്, പിന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു അംഗീകാരം എന്ന് പറയുന്നത് വലിയ അംഗീകാരമാണ്. പിന്നെ ഇപ്പം ഇത്രയും വർഷവും സിനിമയിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അത് ഞാൻ മറ്റ് പ്രൊഫഷനൊന്നും പോയിട്ടില്ല. എൻ്റെ പ്രൊഫഷനാണ്. എൻ്റെ എല്ലാം ഈ പറഞ്ഞ അഭിനയമാണ്. ഈ പറഞ്ഞ ഞാൻ കുട്ടിക്കാലം മുതൽ അഭിനയിക്കാൻ തുടങ്ങിയ നാടകത്തിൽ. അപ്പം നാടകത്തിൽ അഭിനയിച്ചു. അങ്ങനെ കോളേജ് കഴിഞ്ഞപ്പോൾ മുതൽ പ്രൊഫഷണലായിട്ട് ആക്ടറായി നാടകത്തിൽ. പിന്നിപ്പം സിനിമയിൽ വന്നിട്ട് ഇപ്പോൾ ഒരു 42 വർഷമായി സിനിമ മാത്രം. നാടകവും സിനിമയൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 53-54 വർഷമായി.
യെസ്, ശ്രീജ ശ്യാമാണ് ചേരുന്നത്. ശ്രീജ, ഈ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ അവിടെയും പുരസ്കാരത്തിൻ്റെ പൂക്കാലം തന്നെയാണ് മലയാളികൾക്ക് എന്ന് പറയാൻ കാരണം ഒട്ടേറെ പ്രത്യേകതയുണ്ട്. ഇപ്പോൾ ഉർവശിയെപ്പോലെ ഒരു നടി വർഷങ്ങളായി അഭിനയ രംഗത്ത് നിന്ന് മാറി നിൽക്കുന്നു. പക്ഷേ തിരിച്ചു വന്നപ്പോൾ ഈ വേഷങ്ങൾ എനിക്ക് മാത്രമേ ചെയ്യാൻ സാധിക്കൂ എന്ന് ആവർത്തിച്ചിരുന്നു ഉർവശി. അങ്ങനെയൊരു വേഷം അവാർഡിലേക്ക് എത്തുന്നു. അല്പസമയം മുമ്പ് അതാ വിജയരാഘവൻ്റെ വാക്കുകൾ നമ്മൾ കേട്ട് കാണും. വലിയൊരു നാടകാചാര്യൻ്റെ മകനായി ജനിച്ച് കുട്ടിക്കാലം മുതൽ അഭിനയം തുടങ്ങിയതാണെങ്കിലും പുരസ്കാര ഷെൽഫ് പരിശോധിച്ചാൽ അധികമൊന്നും ഉണ്ടാകില്ല വിജയരാഘവൻ്റെ വീട്ടിൽ. അവിടേക്കാണ് ഒരു ദേശീയ പുരസ്കാരം എത്തുന്നത്. അങ്ങനെയുള്ള പ്രത്യേകതയുണ്ട്. ഒപ്പം മറ്റ് അവാർഡുകൾ പരിശോധിക്കുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാതിരുന്ന ഷാരൂഖ് ഖാൻ അടക്കം അങ്ങനെ ഒരു നേട്ടത്തിലേക്ക് എത്തുന്നു. അത്തരം ചില പ്രത്യേകതകൾ കൂടിയുണ്ടല്ലോ ഇത്തവണത്തെ അവാർഡ് പ്രഖ്യാപനത്തിന്. തീർച്ചയായും അഭിലാഷ് പറഞ്ഞതുപോലെ ആ രണ്ട് പ്രധാനപ്പെട്ട അവാർഡുകൾ കിട്ടിയ താരങ്ങളെ എടുത്താൽ തന്നെ അതിലൊരു വലിയ കൗതുകമുണ്ട്. അതിലൊന്ന് നമ്മുടെയൊക്കെ ഇന്ത്യൻ പ്രേക്ഷകരുടെയൊക്കെ പ്രിയപ്പെട്ട ജോഡിയാണ് എപ്പോഴും ഷാരൂഖ് ഖാനും റാണി മുഖർജിയും. നമ്മൾ ഒരുപാട് അവരുടെ സിനിമകൾ ആസ്വദിച്ചിട്ടുണ്ട്. ഷാരൂഖ് ഖാനും റാണി മുഖർജിയും ഇതാദ്യമായി ദേശീയ പുരസ്കാരം നേടുന്നു എന്ന പ്രത്യേകതയുണ്ട്. ഇരുവർക്കും ഒരു മികച്ച നടനും നടിക്കുമുള്ള ദേശീയ പുരസ്കാരം ലഭിക്കുന്നത് ആദ്യമായിട്ടാണ്. ഇഷ്ടപ്പെട്ട താരജോഡിയായ അവർ രണ്ടുപേരും ഒന്നിച്ച് ഇത്തവണ അവാർഡ് വാങ്ങുമ്പോൾ നമ്മൾ മലയാളികളെ സംബന്ധിച്ചും ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് താരങ്ങളാണ് എപ്പോഴും നമുക്ക് വിജയരാഘവനും ഉർവശിയും ഒക്കെ. പക്ഷേ നായികന്മാരുടെ കഥാപാത്രങ്ങൾക്ക് പുരസ്കാരം കിട്ടുന്ന ഒരു ട്രെൻഡൊക്കെ കഴിഞ്ഞ് ഏറ്റവും മികച്ച കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് 100 വയസ്സ് പ്രായമുള്ള ഒരു കഥാപാത്രത്തെയാണ് പൂക്കാലം എന്ന സിനിമയിൽ വിജയരാഘവൻ അവതരിപ്പിച്ചത്. ലീലാമ്മ എന്ന് പറയുന്ന ഉള്ളൊഴുക്കിലെ കഥാപാത്രം വേദനകളെ നിശബ്ദം ഉള്ളിലൊതുക്കി മുഖത്തൊരു കടല് തന്നെ, അഭിനയത്തിൻ്റെ ഒരു സാഗരം തന്നെ ഒളിപ്പിച്ച ഒരു കഥാപാത്രമായിരുന്നു ലീലാമ്മ എന്ന കഥാപാത്രം. ആ രണ്ട് കഥാപാത്രങ്ങളും ചെയ്തവർക്ക് ദേശീയ തലത്തിൽ മലയാളത്തിൻ്റെ മുഴുവൻ അഭിമാനമായി അവർ രണ്ടുപേരും ഈ അവാർഡ് നേടുമ്പോൾ അത് നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്ന നേട്ടമാണ്. ഈ ഉള്ളൊഴുക്കിൻ്റെ സംവിധായകൻ ക്രിസ്റ്റോ ടോമി പലതവണ പറഞ്ഞിട്ടുണ്ട്, ഉർവശിയെ കൺവിൻസ് ചെയ്ത് ഈ സിനിമയിലേക്ക് കൊണ്ടുവരിക എന്നതായിരുന്നു ഏറ്റവും പാട്. അതിനായി എത്രയോ നാൾ കാത്തിരുന്നു, ഉർവശി സമ്മതിക്കാൻ വേണ്ടി എത്രയോ നാൾ കാത്തിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ കഥാപാത്രം ചെയ്യാൻ ഉർവശി തന്നെ വേണമെന്ന ക്രിസ്റ്റോ ടോമിയുടെ ബോധ്യത്തെ ഇപ്പോൾ രാജ്യം മുഴുവൻ അംഗീകരിച്ചിരിക്കുകയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉർവശിയുടെ പ്രതികരണമൊക്കെ കാണുന്നുണ്ട്. മികച്ച നടിക്കുള്ള പുരസ്കാരം വേണമെങ്കിൽ അവർക്ക് പങ്കിട്ട് കൊടുക്കാമായിരുന്നു. വാസ്തവത്തിൽ ശരിയാണ്, ഉർവശിയെ പോലൊരു നടിക്ക് കേരള സംസ്ഥാന അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ ഉള്ളൊഴുക്കിലെ ലീലാമ്മയ്ക്ക് മികച്ച നടിക്കുള്ള പുരസ്കാരമാണ് ലഭിച്ചത്. ഉർവശിക്ക് ആ കഥാപാത്രം അവതരിപ്പിച്ചതിന് ദേശീയ പുരസ്കാരം, മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം ഒക്കെ കിട്ടാവുന്നതാണ്. പക്ഷേ ഇത്തവണ ആ പുരസ്കാരം നേടിയത് റാണി മുഖർജിയാണ്. റാണി മുഖർജി മിസ്സിസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന സിനിമയിലൂടെ ആ പുരസ്കാരം സ്വന്തമാക്കുമ്പോൾ നമുക്ക് അതും മാറ്റി നിർത്താൻ കഴിയില്ല. കാരണം അത്രയേറെ മനോഹരമായാണ് മിസ്സിസ് ചാറ്റർജി എന്ന കഥാപാത്രത്തെ റാണി മുഖർജി അവതരിപ്പിച്ചിരിക്കുന്നത്. സാഗരിക ചക്രവർത്തി എന്ന റിയൽ ലൈഫ് ക്യാരക്ടറിനെയാണ് ഈ സിനിമയിൽ ശരിക്കും സംഭവിച്ച ഒരു കഥയാണത്. ആ ക്യാരക്ടറിനെ ഏറ്റവും നൈസർഗികമായി ഏറ്റവും നന്നായി തന്നെ അവതരിപ്പിച്ചതിനാണ് റാണി മുഖർജിയെ തേടി കരിയറിലെ ആദ്യത്തെ നാഷണൽ അവാർഡ് എത്തുന്നത്. പക്ഷേ അതേസമയം ജവാന് ഷാരൂഖ് ഖാന് പുരസ്കാരം ലഭിച്ചതിൽ ആളുകളൊക്കെ അല്പം അത്ഭുതത്തിലാണ് എന്ന് പറയാതെ വയ്യ. ഷാരൂഖിനൊപ്പം വിക്രാന്ത് മാസി കൂടി മികച്ച നടനുള്ള പുരസ്കാരം പങ്കിട്ടിരിക്കുന്നു. വിക്രാന്ത് മാസിയുടെ 12th ഫെയിൽ ഇറങ്ങിയ സമയം മുതൽ പ്രേക്ഷകരുടെ മുഴുവൻ, ആരാധകരുടെ മുഴുവൻ ഹൃദയം കവർന്ന സിനിമയാണ്. പോരാട്ടത്തിൻ്റെ വഴിയിലൂടെ എങ്ങനെയാണ് ഒരു മനുഷ്യൻ വിജയാവുന്നത് എന്ന് വിക്രാന്ത് മാസിയും ഒരു റിയൽ ലൈഫ് ക്യാരക്ടറിനെയായിരുന്നു ആ സിനിമയിൽ അവതരിപ്പിച്ചത്. വിക്രാന്ത് മാസിക്ക് ആ പുരസ്കാരം ലഭിക്കുമ്പോൾ അതും വലിയ അംഗീകാരമായി മാറുന്നുണ്ട്. ഒപ്പം മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം കൂടി 12th ഫെയിലിനാണ്. വിധു വിനോദ് ചോപ്ര സംവിധാനം ചെയ്ത 12th ഫെയിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം കൂടി സ്വന്തമാക്കിയിരിക്കുന്നു. മലയാളത്തിലേക്ക് വന്നാൽ പ്രധാനപ്പെട്ട 4 പുരസ്കാരങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒന്ന് മികച്ച സഹനടൻ വിജയരാഘവൻ, മികച്ച സഹനടി ഉർവശി, ഒപ്പം മികച്ച എഡിറ്റിംഗിന് പൂക്കാലം എന്ന ചിത്രം അർഹമായിരിക്കുന്നു. മികച്ച പ്രൊഡക്ഷൻ ഡിസൈനുള്ള അവാർഡും മലയാളത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം മലയാളത്തിനല്ലെങ്കിലും മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന 1-2 നേട്ടങ്ങൾ കൂടിയുണ്ട്. അതിലൊന്ന് പ്രിയപ്പെട്ട മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ MG രാധാകൃഷ്ണൻ്റെ മകനും വളരെ പ്രശസ്തനായ സൗണ്ട് ഡിസൈനറുമായ MR രാജാകൃഷ്ണൻ അനിമൽ എന്ന ഹിറ്റ് ബോളിവുഡ് ചിത്രത്തിൻ്റെ സൗണ്ട് ഡിസൈനാണ് അദ്ദേഹം ഇപ്പോൾ റീ റെക്കോർഡിങ്ങിനാണ് അദ്ദേഹം പുരസ്കാരം സ്വന്തമാക്കിയിരിക്കുന്നത്. ഒപ്പം ഇതോടൊപ്പം 2 മലയാളികൾ കൂടി ഈ പുരസ്കാരത്തിന് അർഹരായിട്ടുണ്ട്. അവർ പക്ഷെ മലയാള സിനിമയ്ക്കല്ല, അത് അനിമലിൻ്റെ തന്നെ
സൗണ്ട് ഡിസൈൻ, അതാണ് ഞാൻ തെറ്റി പറയാൻ കാരണം, മികച്ച സൗണ്ട് ഡിസൈൻ സച്ചിൻ സുധാകരനും ഹരിഹരൻ മുരളീധരനും. അവർ അനിമൽ എന്ന ചിത്രത്തിലൂടെ മലയാളിയാണ് നേട്ടം നേടിയിരിക്കുന്നു. അനിമലിൻ്റെ റീ റെക്കോർഡിംഗ് മിക്സിങ്ങിനാണ് MR രാധാകൃഷ്ണൻ പ്രത്യേക പരാമർശം സ്വന്തമാക്കിയിട്ടുള്ളത്. ഇതൊക്കെയാണ് മലയാളത്തിന് കിട്ടിയ പുരസ്കാരമെങ്കിലും മലയാളത്തിൻ്റെതല്ലെങ്കിലും ചേർത്ത് വെക്കാവുന്ന കൗതുകമുള്ള ഒരു പുരസ്കാരം കേരള സ്റ്റോറിക്ക് കൂടി ലഭിച്ചു എന്നതാണ് ഇത്തവണത്തെ അവാർഡുകൾ പരിശോധിക്കുമ്പോൾ ശ്രദ്ധേയമായ കാര്യം. യെസ്, കേരള സ്റ്റോറി മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ വിമർശിച്ച സിനിമ കൂടിയാണ്. ഒരു വിഭാഗമൊക്കെ അതിനെ അനുകൂലിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതല്ല കേരളം എന്ന് വലിയൊരു വിഭാഗം ആളുകൾ പറഞ്ഞതാണ്. ആ സിനിമയ്ക്കുമുണ്ട് പുരസ്കാരം എന്ന് പറയുമ്പോൾ തീർച്ചയായും ശ്രീജ സൂചിപ്പിക്കുന്നത് പോലെ മലയാള സിനിമയ്ക്ക് പുറത്തേക്ക് മലയാളികൾ പല സിനിമകളുടെയും അണിയറയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്കും ഇത്തവണ നിരവധിയായി പുരസ്കാരങ്ങൾ നേടാൻ സാധിച്ചു. അത് പക്ഷേ മലയാളത്തിൻ്റെ അക്കൗണ്ടിൽ അല്ല എങ്കിൽ പോലും നമുക്ക് തീർച്ചയായും അഭിമാനിക്കാം. നേരത്തെ സൂചിപ്പിച്ചു, മലയാളികൾ അഭിമാനിക്കുന്ന മറ്റൊരു മേഖലയാണ് ആരോഗ്യ മേഖല എന്നത്. ആ സിസ്റ്റത്തിൽ ചില തകരാറുകൾ ഉണ്ട് എന്ന് ഒരു ഡോക്ടർ തന്നെ, അതും പരിചയസമ്പന്നനായ ഡോക്ടർ തന്നെ ചൂണ്ടിക്കാണിച്ചു. സിസ്റ്റത്തിൽ തകരാറുണ്ട് എന്ന് മന്ത്രിയും പറഞ്ഞു. പക്ഷേ ആ സിസ്റ്റത്തിൽ തന്നെ വീണുപോയോ മന്ത്രി? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ ഉപകരണ പ്രതിസന്ധി വിവാദത്തിൽ വഴിത്തിരിവ്. ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഉപകരണങ്ങൾ കാണാതായതിനു പുറമെ യൂറോളജി വിഭാഗത്തിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങളിൽ ചിലതിന് ബോധപൂർവം കേടുപാട് വരുത്തിയതായും ഉപസമിതിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തി. അച്ചടക്ക ലംഘനം ഉണ്ടായതിനാൽ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കലിന് എതിരെ നടപടി അനിവാര്യമാണ് എന്നാണ് മന്ത്രി വീണ ജോർജ് പറയുന്നത്. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിൽ ഉപകരണങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് പരാമർശമുള്ളതായി തനിക്കറിയില്ല എന്ന് ഡോക്ടർ ഹാരിസും പറയുന്നു. ആരോഗ്യവകുപ്പിനെ പ്രതിരോധത്തിലാക്കിയ ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വിവാദ വെളിപ്പെടുത്തലിനെ തുടർന്ന് സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിയുടേതാണ് നിർണായക കണ്ടെത്തൽ. 20 ലക്ഷം രൂപ വില വരുന്ന ഓസിലോസ്കോപ്പ് എന്ന ഉപകരണം യൂറോളജി വിഭാഗത്തിൽ നിന്ന് കാണാതായതായും ചില ഉപകരണങ്ങൾ ബോധപൂർവം കേടാക്കിയതായും പോലീസ് അന്വേഷണം വേണമെന്നും റിപ്പോർട്ടിലുണ്ട്. ഇക്കാര്യം ആരോഗ്യമന്ത്രിയും സ്ഥിരീകരിച്ചു. ഡോക്ടർ ഹാരിസിനെതിരെയുള്ളത് സ്വാഭാവിക നടപടിയെന്നും അച്ചടക്ക ലംഘനം ഉണ്ടായെന്നും മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. സിസ്റ്റം എററെന്ന് ആദ്യം പ്രതികരിച്ച മന്ത്രിയാണ് ഉപസമിതി റിപ്പോർട്ടിന് പിന്നാലെ നിലപാട് മാറ്റിയത്. അത് സമിതിയും പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ ഇന്നലെ ഇതില് അത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇതിലും മെൻഷൻ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണല്ലോ. ഈ നോട്ടീസ് അങ്ങനെയൊന്നും ഇത് സ്വാഭാവികമായിട്ടുള്ള നടപടിക്രമം മാത്രമല്ല. അല്ല, അങ്ങനെയല്ലല്ലോ. ഇതിൽ അങ്ങനെ ഒരു കാര്യമേ ഇല്ല. അങ്ങനെ ഒരു കാര്യം ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ സമിതി നമ്മൾ സമിതി വെക്കില്ലല്ലോ. അല്ല, അതിലെന്താ അദ്ദേഹം പിന്നീട് പറഞ്ഞതെന്ന് ഞാൻ കമന്റ് ചെയ്തില്ല. ഈ ചെയ്തത് നടന്നത് ഡിപ്പാർട്ട്മെന്റ് സ്വീകരിച്ച നടപടിയാണ്. അത് ഡിപ്പാർട്ട്മെന്റ് നടപടിയാണ്. അത് റൊട്ടീൻ ആയിട്ടുള്ള നടപടിയാണ്. അതേസമയം DME വിശദീകരണം തേടിയതിനെ കുറിച്ചുള്ള പ്രതികരണത്തിനിടെ ഡോക്ടർ ഹാരിസ് ചിറക്കൽ വികാരാധീനനായി. സമിതി റിപ്പോർട്ടിൽ എന്താണെന്നറിയില്ലെന്നും കത്ത് കൊടുത്ത കാലയളവിൽ ഉപകരണങ്ങൾ കിട്ടിയിട്ടില്ലെന്നും ഡോക്ടർ ഹാരിസ്. കത്തടിക്കാനുള്ള പേപ്പർ വരെ താൻ പൈസ കൊടുത്താണ് വാങ്ങിയത്. ഇതൊക്കെ പറയാൻ നാണക്കേടുണ്ടെന്നും ഡോക്ടർ ഹാരിസ് ചിറക്കൽ വൈകാരികമായി പ്രതികരിച്ചു. സമിതിക്ക് അത് മനസ്സിലായോ എന്തോന്ന് അറിയില്ല. അതെന്തായാലും അത് എല്ലാവരും മനസ്സിലാക്കണം. അത് ഇതിനകത്ത് സാമ്പത്തിക പ്രതിസന്ധിയൊന്നും ഇതിനകത്ത് വരേണ്ട കാര്യമില്ല. സാമ്പത്തിക പ്രതിസന്ധിയൊന്നും അല്ല ഇതിനകത്ത് കാരണം. സാമ്പത്തിക പ്രതിസന്ധിയൊന്നും അതിനെ അഫക്ട് ചെയ്യാൻ പാടില്ല. ഒരു പൗരന്റെ ജീവിതത്തിനെ സാമ്പത്തിക പ്രതിസന്ധി ഒരു കാരണവശാലും അഫക്ട് ചെയ്യാൻ പാടില്ല. അതേസമയം ഡോക്ടർ ഹാരിസ് ആരോപണം ഉന്നയിച്ചതിന് ശേഷമാണോ വിലപിടിപ്പുള്ള ഉപകരണം കാണാതായതെന്നതിലും കാര്യക്ഷമമായി പ്രവർത്തിച്ചിരുന്ന ഉപകരണങ്ങൾക്ക് കേടുപാട് സംഭവിച്ചതെന്ന കാര്യത്തിലും ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. അല്ല, അങ്ങനെ ഉപകരണം കാണാതായിട്ടൊന്നുമില്ല. അവിടെ ഉപകരണം കാണാതായ ഉപകരണ ഭാഗങ്ങളും കാണാതായിട്ടുണ്ട്. എനിക്കെതിരെ അങ്ങനെ വലിയ ആക്ഷനൊന്നുമില്ല. എനിക്ക് പിന്നെ എന്തോരം ഒരു ഭാഗമായിട്ട് നടത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ നടപടി ഉണ്ടാവില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷ. കാരണം അതിനകത്ത് വേറെ തെറ്റുകളൊന്നും ചെയ്തില്ല. ചട്ടവിരുദ്ധത എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഈ മാധ്യമങ്ങളെ കാണുന്നത് ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നതും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് ചട്ടവിരുദ്ധതയാണ്. അതിന് ചെറിയ നടപടികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് വലിയ തെറ്റാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. യെസ്, ഇതാണിപ്പോൾ ഈ ആരോഗ്യ മേഖലയിലെ സിസ്റ്റം തകരാറുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരം എങ്കിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും അത്തരം ചില തകരാറുകൾ ഉണ്ട്. പക്ഷേ അതിന് കാരണം സർക്കാരും ഗവർണറും തമ്മിലുള്ള പോരാണ്. ആ നിയമനപ്പോര് ഇപ്പോഴും തുടരുകയാണ്. സർക്കാർ നൽകിയ പാനൽ തള്ളി സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലേക്ക്
താൽക്കാലിക VC-മാരെ നിയമിച്ച് രാജ്ഭവൻ. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് പുറത്തുപോയ ഡോക്ടർ സിസ തോമസ്, ഡോക്ടർ ശിവപ്രസാദ് എന്നിവരെ പുനർനിയമിക്കുകയായിരുന്നു. ഗവർണറുടേത് സുപ്രീം കോടതിയോടുള്ള വെല്ലുവിളിയാണ് എന്നാണ് സർക്കാർ ആരോപിക്കുന്നത്. തീരുമാനം പുനഃപരിശോധിക്കണമെന്നും സർക്കാർ പാനലിൽ നിന്ന് നിയമനം നടത്തണമെന്നും ഗവർണർക്ക് നൽകിയ കത്തിൽ മുഖ്യമന്ത്രി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സർക്കാരുമായുള്ള പോര് രൂക്ഷമാക്കുന്നതാണ് ചാൻസലർ കൂടിയായ ഗവർണറുടെ നടപടി. 2 സർവകലാശാലകളിലേക്കും സർക്കാർ നൽകിയ പാനൽ ഗവർണർ പരിഗണിച്ചില്ല. സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെന്നാണ് രാജ്ഭവന്റെ വിശദീകരണം. എന്നാൽ സുപ്രീം കോടതി വിധിയെ വെല്ലുവിളിക്കുകയാണ് ഗവർണർ ചെയ്തതെന്ന് സർക്കാർ. ചാൻസലർ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയെടുത്ത് നന്നായി നിയമനം നടന്നല്ലോ, ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ. എത്രയോ സൊല്യൂഷനുകൾ ഇപ്പൊ സുപ്രീം കോടതിയുടെ വിധിയുണ്ട് ബംഗാളിനെ സംബന്ധിച്ച്. അതുൾപ്പെടെയുള്ള നിരവധി മാനദണ്ഡങ്ങൾ, പാരാമീറ്റേഴ്സ് ഞങ്ങൾ ചാൻസലർ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. പക്ഷേ അതിൽ നിന്നെല്ലാം ഘടകവിരുദ്ധമായിട്ട് സമീപനമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇത് സുപ്രീം കോടതിയെ ഒരാൾ വെല്ലുവിളിക്കുന്നു. അത് രാജ്യത്തെ നിയമവ്യവസ്ഥ നിൽക്കാത്ത സാഹചര്യത്തിലേക്ക് എത്തും. സുപ്രീം കോടതി വിധിയുടെ അന്തസത്തയ്ക്കെതിരായ നടപടിയാണ് ഗവർണറിൽ നിന്നുണ്ടായതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. തീരുമാനം ഉടനടി തിരുത്തണമെന്നും ഗവർണർക്ക് നൽകിയ കത്തിൽ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. സർക്കാരുമായി ആലോചിച്ച് തീരുമാനമെടുക്കണമെന്നാണ് കോടതി വിധിയെന്നും മുഖ്യമന്ത്രി ഗവർണറെ ഓർമ്മിപ്പിച്ചു. സംസ്ഥാനത്തെ മറ്റു സർവകലാശാലകളിൽ സ്ഥിരം VC-മാരെ നിയമിക്കാൻ സർക്കാരുമായി നാളെ ചർച്ച നടത്താനിരിക്കെയാണ് ഗവർണറുടെ പ്രകോപനപരമായ തീരുമാനം. ഗവർണറുമായി ചർച്ചയ്ക്ക് നിയമ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിമാരെ മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയിരുന്നു. ഇക്കാര്യം ഗവർണറെ അറിയിക്കുകയും ചെയ്തതാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചർച്ച ബഹിഷ്കരിക്കാനാണ് സർക്കാരിന്റെ ആലോചന. ന്യൂസ് 18 തിരുവനന്തപുരം. ഇതോടൊപ്പം കേരളം പ്രധാനമായും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്നത് കന്യാസ്ത്രീകളുടെ അറസ്റ്റാണ്. അവർക്ക് നാളെ പുറത്തിറങ്ങാൻ സാധിക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. ആറന്മുള എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിൽ ആദ്യം വരുന്ന ആറന്മുള അമ്പലവും ആറന്മുള കണ്ണാടിയും തന്നെയാണ്. ആറന്മുള കണ്ണാടി കുപ്പിച്ചില്ല് കണ്ണാടിയല്ല, ലോഹ കൂട്ടിൽ നിർമ്മിച്ചാണ് ആറന്മുള കണ്ണാടി എന്ന് പറയുന്നത്. ശരിക്കും കഷ്ടപ്പാടുണ്ടോ? അതൊക്കെ 1500 രൂപ പണി ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ ശരിക്കും വള്ളസദ്യയുടെ സമയമാണ്. അപ്പൊ നമ്മൾ ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് വള്ളസദ്യ നടക്കുന്നുണ്ട്. അപ്പൊ നമുക്കത് കയറാണ്ട് പോകാൻ പറ്റില്ല. ശിഷ്ടമുണ്ടെങ്കിൽ അടിയൊട്ടുമില്ലാതെ നമുക്കും നൽകിടേണം. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലായിട്ട് ഒരാഴ്ച പിന്നിടുകയാണ്. അവരുടെ മോചനം വൈകുകയാണ്. കന്യാസ്ത്രീകളുടെ മോചനം വൈകുമ്പോൾ NIA കോടതി ഇന്ന് ജാമ്യഹർജി പരിഗണിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഇതിൽ വാദമൊക്കെ നടന്നുവെങ്കിലും നാളെയാണ് വിധിയുണ്ടാകൂ. അതേസമയം ജാമ്യം നൽകുന്നതിനെ പ്രോസിക്യൂഷൻ സാങ്കേതികമായി എതിർക്കുക മാത്രമാണ് ചെയ്തത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി VV വിനോദ് ചേരുന്നുണ്ട്. അതേസമയം മറ്റ് ചില ഡെവലപ്മെന്റുകൾ കൂടി ഇന്ന് നടന്നിരുന്നു. അതിലേറ്റവും പ്രധാനം ഇവരുടെ അറസ്റ്റിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായി ഇന്ന് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഹൈക്കോടതിയിൽ സർക്കാർ ജാമ്യാപേക്ഷയെ എതിർക്കില്ല എന്നുള്ളതായിരുന്നു ഇന്നലെ അമിത്ഷാ UDF MPമാരുമായുള്ള കൂടിക്കാഴ്ചയിൽ ഉറപ്പു നൽകിയിരുന്നത്. എന്നാൽ നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകും എന്നാണ് ഈ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. ജാമ്യം വൈകിപ്പിക്കാനാണ് NIA കോടതിയിലേക്ക് കേസ് മാറ്റിയത് എന്നുള്ളതായിരുന്നു KC വേണുഗോപാലിന്റെ ആരോപണം. ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് ഇപ്പോഴും പ്രതിപക്ഷ നേതാക്കൾ ഉന്നയിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. അമിത്ഷായും
കേന്ദ്ര നേതാക്കന്മാരും ഒക്കെ തന്നെ നാടകം കളിക്കുകയാണ് ഇക്കാര്യത്തിൽ. പക്ഷെ അവർ ഇന്നലെ പറഞ്ഞു NIA കോടതിയിൽ നിന്ന് വിടും, ജാമ്യം കൊടുക്കുന്നു. ഇന്ന് NIAയുടെ അഭിഭാഷകൻ തന്നെ അതിനെ എതിർത്തിരിക്കുകയാണ്. ഈ കേസിന്റെ ആദ്യം മുതൽ പരിശോധിച്ചാൽ നമുക്കറിയാം, നന്നായിട്ട് അറിയാം, ഇത് കൃത്യമായിട്ടുള്ള ഗൂഢാലോചനയാണ്. ഈ കന്യാസ്ത്രീ സമൂഹത്തെ മുഴുവൻ ഇന്ത്യയിലാകമാനം അപമാനിക്കാനും അവരെ ഒറ്റപ്പെടുത്താനും വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനയാണ്. ഇവർക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ. ഇവരുടെ DNA വളരെ ക്ലിയർ ആണ്. ഇവരുടെ DNA ന്യൂനപക്ഷ വേട്ടയാണ്, ഇവരുടെ DNA ദളിത് വേട്ടയാണ്, ഇവരുടെ DNA പിന്നോക്കക്കാർക്കും പാവപ്പെട്ട ജനറൽ കാസ്റ്റുകാരായിട്ട് വേട്ടയാണ്. അതാണ് ഇവർ ചെയ്യുന്നത്. ഇവരെ നയിക്കുന്നത് മനുസ്മൃതിയാണ്. ഈ അറസ്റ്റിൽ യഥാർത്ഥത്തിൽ വെട്ടിലായിരിക്കുന്നത് സംസ്ഥാനത്തെ BJP ആണ്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തൃശൂർ അതിരൂപത ആസ്ഥാനത്തെത്തി ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തി. സഭയുടെ കടുത്ത പ്രതിഷേധം ബിഷപ്പ് BJP അധ്യക്ഷനെ അറിയിക്കുകയും ചെയ്തു. ഇന്ന് രാജീവ് ചന്ദ്രശേഖർ കാണാനായിട്ട് വന്നപ്പോൾ വലിയ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് പ്രൈം മിനിസ്റ്ററും ഹോം മിനിസ്റ്ററും പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ ഈ നടന്ന കാര്യങ്ങൾ ബ്രീഫ് ചെയ്യാനാണ് വന്നത്. അത് രാജീവ് തന്നെ പറയും. അപ്പോൾ എന്തായാലും അങ്ങനെ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇവരിതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ചെയ്ത എല്ലാ രാഷ്ട്രീയം, ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല. ഞങ്ങൾക്ക് ഇന്ത്യയിലെ പൗരന്മാരെന്ന നിലയിൽ ജീവിക്കാനും സ്വാതന്ത്ര്യം കിട്ടണം. ഓരോ രാജ്യത്തെയും ഓരോ സംസ്ഥാന നിയമങ്ങൾ പാലിക്കണം തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. അതിനനുസരിച്ച് ഞങ്ങൾക്ക് ക്രിസ്ത്യാനികൾക്കുള്ള പ്രത്യേകിച്ചും ഞങ്ങൾക്കൊരു വിഷമമുള്ളത്, ഇന്നു മുതൽ തുടങ്ങിയതല്ല, കുറേ നാളുകളായി തന്നെ ഈ ക്രിസ്ത്യൻസിനെതിരെ ആക്രമണങ്ങളുണ്ട്. അത് കുറച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞങ്ങൾ അറിയിച്ചു. ഞാൻ ഇപ്പോൾ രാജീവിനോട് അതും പറഞ്ഞു, ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് സുരക്ഷിതത്വം കിട്ടിയ സംരക്ഷണം കിട്ടണം. അതിനേക്കാൾ അവർ നീതി നടപ്പാക്കണം. ഇപ്പം ഞങ്ങളുടെ ആഗ്രഹം, ഇത് സിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്തത് ഇന്നീത് അവരൊരു തെറ്റും ചെയ്തിട്ടില്ല. മിഞ്ഞാന്ന് ഞാൻ പ്രൈം മിനിസ്റ്ററിന്റെ ഒപ്പം ഇരുന്നു. അദ്ദേഹം ഉറപ്പ് തന്നു, ഇവർക്ക് ജാമ്യം കിട്ടും, കന്യാസ്ത്രീമാർക്ക് ജാമ്യം കിട്ടും. സംസ്ഥാന സർക്കാർ ജാമ്യം ഒപ്പോസ് ചെയ്യില്ല എന്ന് എനിക്ക് പ്രൈം മിനിസ്റ്ററും ഹോം മിനിസ്റ്റർ അമിത്ഷാജിയും പറഞ്ഞു. ഇന്നലെ അദ്ദേഹം ഓപ്പോസിഷൻ MPസിനോടും അത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു പ്രോസസ്സാണ്, ആ പ്രോസസ്സ് നടക്കട്ടെ. എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇന്നലെയും പറഞ്ഞു, ഇതിനെ പൊളിറ്റിസൈസ് ചെയ്യാൻ പാടില്ല. ഞങ്ങൾ ഇത് രാഷ്ട്രീയമായിട്ട് കാണുന്നില്ല. ജനങ്ങൾ സഹായിക്കണമെന്ന് പറഞ്ഞാൽ പാർട്ടി ഇറങ്ങും, സഹായിക്കും. അത് മതം നോക്കിയിട്ടോ വോട്ട് നോക്കിയിട്ടോ രാഷ്ട്രീയം നോക്കിയിട്ടല്ല ഞങ്ങൾ അത് ചെയ്യുന്നത്. കന്യാസ്ത്രീമാരുടെ വിഷമങ്ങളും കഷ്ടങ്ങളും പരിഹരിക്കാൻ ഒരു നീതി, ഒരു നിയമപര ഒരു പ്രോസസ് ഉണ്ട്. അത് നടക്കണം. അതിനെ കോംപ്രമൈസ് ചെയ്തതാണ് ഞാൻ അഭ്യർത്ഥിച്ചത്. അത് മറ്റൊരു കേൾക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. യെസ്, അതേസമയം കന്യാസ്ത്രീമാരുടെ ജാമ്യത്തെ എതിർക്കില്ല എന്ന അമിത്ഷായുടെ വാക്ക് പോലും കാറ്റിൽ പറത്തിയെന്ന വിമർശനവുമായി ബിഷപ്പ് പാംബ്ലാനി രംഗത്തെത്തി. ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ എതിർത്തത് അപലപനീയമാണ്. നിഗൂഢ നീക്കത്തിലൂടെയാണ് ജാമ്യാപേക്ഷയെ എതിർത്തത്. ഭരണഘടനാ വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കണം. കാസയ്ക്കെതിരെയും ബിഷപ്പ് ജോസഫ് പാംബ്ലാനി ഇന്ന് നിലപാടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. സിസ്റ്റേഴ്സിൻ്റെ ജാമ്യം ഇന്ന് നിഷേധിക്കപ്പെട്ടു എന്നുള്ളത് ഏറെ ദുഃഖകരമായ കാര്യമാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി ബഹുമാനപ്പെട്ട അമിത്ഷാ ഈ കാര്യത്തിൽ ഇടപെടുകയും സർക്കാർ ഹർജിയെ എതിർക്കുകയില്ല എന്ന് പറയുകയും ചെയ്തത് രാജ്യം മുഴുവനും വലിയ പ്രതീക്ഷയും ആശ്വാസവും പകർന്ന കാര്യമാണ്. പക്ഷേ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ വാക്കുകളെ പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാർ വളരെ നിഗൂഢമായ നീക്കത്തിലൂടെ ഈ ജാമ്യഹർജിയെ എതിർത്തത് അങ്ങേയറ്റം ദുഃഖകരവും അപലപനീയവുമാണ്. ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ സമയോചിതവും സത്വരവുമായ ഇടപെടൽ ഉണ്ടാകേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇപ്രകാരമുള്ള നീതി നിഷേധങ്ങൾ നടക്കുമ്പോൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുകയല്ലാതെ മറ്റെന്താണ് ഒരു ജനാധിപത്യ വിശ്വാസിക്ക് ചെയ്യാൻ സാധിക്കുക എന്നുകൂടി ഉത്തരവാദപ്പെട്ടവർ പറയേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, വി വിനോദ്, ഒരു ഭാഗത്ത് രാഷ്ട്രീയമായ പോര് ശക്തമാവുകയാണ്. അതേസമയം ഇന്ന് കോടതിയിൽ പ്രോസിക്യൂഷൻ എതിർക്കുമ്പോൾ പോലും അതിശക്തമായ എതിർപ്പല്ല നടത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കോടതിയിലേക്കൊരു വിഷയം വരുമ്പോൾ നമുക്കറിയാമല്ലോ, പ്രോസിക്യൂഷൻ എതിർത്തില്ല എങ്കിൽ അതൊരു പക്ഷേ കോടതിയുടെ ഭാഗത്ത് നിന്ന് വലിയ വിമർശനത്തിന് വഴിവെച്ചേക്കാം. എങ്കിൽ പിന്നെ എന്തിനാണ് ഈ കോടതിയിലേക്ക് എത്തിയത് എന്ന ചോദ്യം പോലും കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാക്കാം. അപ്പോൾ
ടെക്നിക്കലിയുള്ള ഒരു എതിർപ്പ് മാത്രമായിരുന്നോ ഇന്ന് നടന്നത്? നമുക്ക് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? നാളെയാണല്ലോ വിധി വരാൻ പോകുന്നത്. അഭിലാഷ്, കഴിഞ്ഞ ദിവസം ഈ എതിർപ്പ് പ്രോസിക്യൂഷൻ അറിയിച്ചിരുന്നു. കാരണം നിർബന്ധിത മതപരിവർത്തനമാണ് നടന്നതെന്ന കാര്യം ഇന്നും അതേ കാര്യം ആവർത്തിച്ചിട്ടുണ്ട്. അതായത് സ്വാഭാവികമായും ഒരു ജാമ്യാപേക്ഷ എതിർക്കുമ്പോൾ ആ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ പ്രോസിക്യൂഷൻ വാദം നിരത്തേണ്ടതുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ സാങ്കേതികമായി ഇന്നലെ ഉന്നയിച്ച കാര്യം അല്ലെങ്കിൽ നിയമപരമായി ഉന്നയിച്ച കാര്യം ഇന്നും അത് ആവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം ജാമ്യം നൽകരുത് എന്ന് പറഞ്ഞത് അത് ഇന്നത്തെ കാര്യത്തിൽ നിശബ്ദമായി എന്നതാണ്. ജാമ്യത്തെക്കുറിച്ച് പ്രത്യേകിച്ച് എന്തെങ്കിലും പറയുന്നില്ല. പക്ഷേ ഈ നിർബന്ധിത മതപരിവർത്തനമാണ് നടന്നതെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് കോടതിയുടെ വിവേചനാധികാരത്തിലേക്ക് പോകും. കോടതി അതിൽ എന്ത് വിധി പറയുന്നു, ഒരുപക്ഷെ റിമാൻഡ് തുടരുക അല്ലെങ്കിൽ നടപടികളുമായി മുന്നോട്ട് പോവുക എന്ന നിലയിലാണ് കോടതി തീരുമാനമെടുക്കുന്നതെങ്കിൽ അത് കൂടുതൽ പ്രശ്നം സങ്കീർണമാക്കും. നിയമപരമായും അതോടൊപ്പം തന്നെ സാമൂഹ്യമായും രാഷ്ട്രീയപരമായും ഇപ്പോഴത്തെ ഒരു സാഹചര്യം നമുക്കറിയാവുന്നതാണ്. അതെല്ലാം തന്നെ കൂടുതൽ കലുഷമാകാനുള്ള അന്തരീക്ഷമുണ്ട്. അവിടെയും ചില പ്രശ്നങ്ങളുണ്ട്. നേരത്തെ സെഷൻസ് കോടതിയിലേക്കാണ് ഈ കേസ് പോയത്. അവിടെ ഈ മനുഷ്യക്കടത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ നിയമപരിധി അത് സെഷൻസ് കോടതിയുടെ പരിധിയിൽ വരില്ല എന്ന ഒരു വിലയിരുത്തലിനെ തുടർന്നാണ് NIA-യിലേക്ക് മാറ്റാനുള്ള തീരുമാനമുണ്ടായത്. പക്ഷേ ഈ NIA കോടതിയിലെത്തുമ്പോഴും ചില പ്രശ്നങ്ങളുണ്ട്. ഇത് NIA സംഘം അറസ്റ്റ് ചെയ്തതോ അല്ലെങ്കിൽ അവർ FIR രജിസ്റ്റർ ചെയ്തതോ ആയ ഒരു കേസല്ല, ആ കോടതിയിലേക്ക് നേരിട്ടെത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ NIA കോടതിക്ക് ഇത് പരിഗണിക്കാൻ കഴിയുമോ എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട്. ഇന്ന് വാദം കേട്ടെങ്കിലും വിധി പറയുന്നത് നാളെയാണ്. ഒരുപക്ഷെ ഈ നിയമപ്രശ്നം ചൂണ്ടിക്കാട്ടി NIA കോടതി ഇതിൽ വിധി പറയാതിരിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരു കോടതിയെ സമീപിക്കണമെന്ന് നിർദ്ദേശിക്കുകയോ ചെയ്താൽ ഹൈക്കോടതിയിലേക്ക് പോകാനുള്ള നിയമസാധുതയാണ് നിലനിൽക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള നിയമോപദേശം കഴിഞ്ഞ ദിവസം തന്നെ ലഭിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ ഒരു രാഷ്ട്രീയ വശം കൂടിയുണ്ട്. ഒരാഴ്ചയായി ഈ രണ്ട് സിസ്റ്റർമാരും കന്യാസ്ത്രീമാരും ഇങ്ങനെ ജയിലിൽ തുടരുമ്പോൾ അമിത്ഷാ കഴിഞ്ഞ ദിവസം നൽകിയ ഉറപ്പ്, അത് ഇടത് വലത് എംപിമാരുണ്ട്, ലോക്സഭയിലെയും രാജ്യസഭയിലെയും അംഗങ്ങൾക്ക് നൽകുന്ന ഒരു ഉറപ്പുണ്ട്. അങ്ങനെ UDF-ൻ്റെയും LDF-ൻ്റെയും പ്രതിനിധികൾ കാണുമ്പോൾ ജാമ്യാപേക്ഷയെ എതിർക്കില്ല എന്ന കാര്യമാണ് പറഞ്ഞത്. അത് നമ്മൾ നിയമപരമായി നോക്കുമ്പോൾ അല്ലെങ്കിൽ സാങ്കേതികമായി നോക്കുമ്പോൾ ഇന്ന് പ്രോസിക്യൂഷൻ അങ്ങനെ ഒരു എതിർപ്പ് പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ മതപരിവർത്തനത്തിനുള്ള ശ്രമമാണ് അത് തന്നെയാണ് നടന്നതെന്ന കാര്യം പറയുകയും ചെയ്യുന്നു. അവിടെയാണ് ഈ നിയമപ്രശ്നം കൂടുതൽ സങ്കീർണമാകുന്നത്, കോടതിയുടെ തീരുമാനം നിർണായകമാകുന്നത്. മാത്രവുമല്ല, കേരളത്തിൽ നിന്ന് BJP ഘടകം വലിയ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ഇന്ന് തൃശ്ശൂരിൽ സഭാ നേതൃത്വവുമായി ചർച്ച ചെയ്ത ശേഷം രാജീവ് ചന്ദ്രശേഖർ ഡൽഹിയിലേക്ക് പോയിരുന്നു. അവിടെ വലിയ സമ്മർദ്ദം BJP നടത്തുന്നുണ്ട്. പക്ഷേ ഛത്തീസ്ഗഡിലെ സംഘപരിവാർ സംഘടനകൾ ഒരുപക്ഷെ ഇവർക്ക് ജാമ്യം ലഭിച്ച് ഇവർ അങ്ങനെ വളരെ നിസ്സാരമായി പോയാൽ അവിടെ ഉണ്ടാകുന്ന രാഷ്ട്രീയമായ തിരിച്ചടി അതും BJP-യെ കുഴയ്ക്കുന്നുണ്ട്. ഇങ്ങനെ രാഷ്ട്രീയമായ കാര്യങ്ങൾ കൂടിയുണ്ട്. ഇന്ന് ബിഷപ്പ് പാംബ്ലാനി ഉൾപ്പെടെയുള്ളവർ വീണ്ടും വിമർശനവുമായി എത്തി. അമിത്ഷായുടെ വാക്കിന് പോലും വിലയില്ല, അത് കാറ്റിൽ പറക്കുന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു. KC വേണുഗോപാലിൻ്റെ വിമർശനമുണ്ടായിരിക്കുന്നു. അമിത്ഷാ നാടകം കളിക്കുകയാണ്, ഇത് ന്യൂനപക്ഷ വേട്ടയാണ് നടക്കുന്നതെന്ന കാര്യം കോൺഗ്രസും ശക്തമായി ഉന്നയിക്കുന്നു. റായ്പൂരിലും കേരളത്തിലും ഒരേ സമയം കോൺഗ്രസിൻ്റെ വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നു. CPM പ്രതിഷേധ സദസ്സുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുമുണ്ട്. അതാണ് ഏറ്റവും പുതിയ സാഹചര്യം. VV വിനോദ് നൽകുന്നത് പോലെ ഒരു ഭാഗത്ത് അമിത്ഷാ തന്നെ പറയുന്നുണ്ട് ഇവരുടെ ജാമ്യത്തെ എതിർക്കില്ല, അവർക്ക് ഉടൻ തന്നെ പുറത്തിറങ്ങാൻ പറ്റുമെന്ന്. അത് പക്ഷേ പ്രതിനിധി സംഘത്തോടാണ്, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നൊക്കെയുള്ള MPമാരോടാണ് ഇത്തരത്തിൽ പറയുന്നത്. പക്ഷേ അമിത്ഷായെ പോലെ ഒരു BJP നേതാവിന് അത് പരസ്യമായി പറയുക സാധ്യമല്ല. കാരണം വലിയ തോതിൽ വിമർശനം നേരിടേണ്ടി വരും. മാത്രവുമല്ല, ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയും പറഞ്ഞത് അത് തന്നെയാണ്. കാരണം ഛത്തീസ്ഗഡിലെ സാഹചര്യം അറിയാം. അവിടെ പ്രധാനമായും RSSും BJPയും ഒക്കെ നൽകുന്ന വോട്ട് എന്നത് തന്നെയാണ് അവർക്ക് പ്രാമുഖ്യം. അതുകൊണ്ട് തന്നെ അങ്ങനെ കന്യാസ്ത്രീകളെ ഉടൻ പുറത്തിറക്കുമെന്ന് പരസ്യമായി പ്രതികരിച്ചാൽ വലിയ തോതിലുള്ള വിമർശനത്തിന് അത് ഇടയാക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അങ്ങനെ കരുതലോടുകൂടിയുള്ള ഒരു പ്രതികരണമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ വെട്ടിലായത് കേരളത്തിലെ 2 കേന്ദ്രമന്ത്രിമാർ ആണ്. അതിൽ ജോർജ് കുര്യനോട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങൾ ചോദ്യം ഉന്നയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി എല്ലാവരും ശ്രദ്ധിച്ചതാണ്, ഒഴിഞ്ഞു മാറുന്നു. പക്ഷേ സുരേഷ് ഗോപി ആകട്ടെ ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടുമില്ല. ഇനി നമ്മൾ പോകുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു ഡയലോഗിലേക്കാണ്. പഞ്ച് ഡയലോഗ്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുടേതാണ് ഇനി വരാൻ പോകുന്ന വാക്കുകൾ. അദ്ദേഹം നേരത്തെ വിനോദ് സൂചിപ്പിച്ച പോലെ CPI-ഉം വലിയ പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയാണ്. ഇന്ന് മാധ്യമപ്രവർത്തകരുടെ ചില ചോദ്യത്തിന് MV ഗോവിന്ദൻ BJP-യുടെ കേന്ദ്രമന്ത്രി ആയിട്ടുള്ള സുരേഷ് ഗോപിയെ വിമർശിച്ചു. അദ്ദേഹം പറയുന്നത് ഒരു സിനിമയുണ്ടല്ലോ, നേരത്തെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട JSK എന്ന സിനിമ, അത് ഇറങ്ങിയത് മുതൽ സുരേഷ് ഗോപി മൗനത്തിൽ ആണ് എന്നാണ്.
അത് ഈ കാര്യത്തിൽ മാത്രമല്ല, കുറേ ദിവസമായി തുടങ്ങിയിട്ട് മൗനം. സിനിമയുടെ ഘട്ടം വന്നു മുതലേ മൗനിയായ ഒരവസ്ഥയായിരുന്നു. കാരണം മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ഒരു മനുഷ്യനും അംഗീകരിക്കാൻ കഴിയാത്ത നിലപാടുകൾ സ്വീകരിച്ചു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ വർഗീയ ശത്രുതയുണ്ടല്ലോ, ആ വർഗീയ ശത്രുതയില്ലാത്ത ആളുകളെ സംബന്ധിച്ച് പ്രയാസപ്പെടുത്തുന്ന കാര്യങ്ങൾ തന്നെയാണ്. യെസ്, ഈ ന്യൂസ് 18 ഇത്തരത്തിൽ വാർത്തകൾ നൽകുമ്പോൾ ന്യൂസ് 18 നടക്കുന്ന ചർച്ചകളിലും വലിയ തോതിൽ കൊമ്പ് കോർക്കുന്ന സാഹചര്യം ആണ് ഉള്ളത്. ചർച്ചയിൽ പങ്കെടുക്കുന്നവർ ഇന്ന് ഹിന്ദു ഐക്യവേദി നേതാവ് RV ബാബുവും കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫിലിപ്പ് കബീലും തമ്മിൽ അത്തരത്തിലൊരു കൊമ്പ് കോർക്കൽ കൂടിയുണ്ടായി. അതുകൂടി പ്രേക്ഷകരിലേക്ക്. നിങ്ങൾ അകാരണമായി തടഞ്ഞു വെച്ചിരിക്കുന്ന ഈ രണ്ട് സിസ്റ്റർമാരെ, അവര് കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കുന്ന സിസ്റ്റർമാരാണ് അവര്. മിഷണറി പ്രവർത്തനം എന്ന് പറയുന്നത് സേവനം മറയാക്കിയിട്ടുള്ളത് മതമാറ്റത്തിന് വേണ്ടിയാണ്. ഒരു മറയില്ല, ഞങ്ങൾ തുറന്നാണല്ലോ സംസാരിക്കുന്നത്. നിങ്ങൾ നേരിട്ട് നോക്കൂ, ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഒന്നും ഒളിച്ചു വെക്കുന്നില്ല. ഈ സിസ്റ്റർമാർ അവരെ ആരെ ഒളിച്ചും പാത്തും കൊണ്ടുപോയതല്ല, നേരിട്ട് ചെയ്തതാണ്. നിങ്ങൾ നടത്തുന്ന പ്രവർത്തനം ഇവിടത്തെ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക അധസ്ഥിത ജനവിഭാഗങ്ങളുടെ ഇടയിലേക്ക് കടന്നു ചെന്ന് അവരുടെ ദാരിദ്ര്യം മുതലാക്കി. അതുകൊണ്ടാണ് സിസ്റ്റർ നിർമ്മല എന്താണ് മുതലാക്കുന്നത്? എന്താണ് ഈ മുതലാക്കുന്നത്? നിങ്ങൾ പറയുന്നതിന് എന്ന് പറഞ്ഞ സിസ്റ്റർ നിർമ്മലയാണ്. മതപരിവർത്തനത്തെ കുറിച്ചാണല്ലോ നിങ്ങൾ പറയുന്നത്. നിങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കുമോ? ഇന്ത്യയിലെ ഹൈന്ദവ ആശ്രമങ്ങളില് വിദേശത്തുള്ള ക്രിസ്ത്യാനികൾ വന്ന് മതം മാറുന്നതിനെ പറ്റി നിങ്ങൾ എന്ത് പറയുന്നു? ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, വിദേശത്തടക്കം അമൃതാനന്ദമയിയുടെ ആശ്രമങ്ങൾ, സത്യസായിയുടെ പ്രവർത്തനങ്ങൾ, രവിശങ്കറിന്റെ പ്രവർത്തനങ്ങൾ, അതേപോലെ നിരവധി ആശ്രമങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ നിന്നൊന്നും ആരെയും ഈ പ്രലോഭിപ്പിച്ച് തന്നെയാണ് മാറ്റുന്നത്. ഞാൻ പറയട്ടെ, പ്രലോഭിപ്പിച്ച് തന്നെയാണ് മാറ്റുന്നത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ പറഞ്ഞ ക്രിസ്ത്യാനികള് ഹിന്ദുക്കളാകുമ്പോൾ ഞങ്ങൾ ആരും അതിനെതിരെ നിന്നിട്ടില്ല. എന്തുകൊണ്ട് തിരിച്ചത് നടക്കുന്നില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അഭയോട് കാണിച്ചിട്ടില്ല. നിങ്ങൾ സിസ്റ്റർ അഭയൊന്നല്ല ഇവിടെ വിഷയം. നിങ്ങൾ പറയുന്നത് മതപരിവർത്തനത്തിന്റെ കാര്യമാണ്. നിങ്ങൾ ഒരു കാര്യം പറയുമ്പോൾ വേറെ കാര്യത്തിലേക്ക് പോകാതെ നിങ്ങൾ വിഷയത്തിൽ നിൽക്കൂ. നിങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കാത്തപ്പോൾ നിങ്ങൾ മറ്റു കാര്യങ്ങൾ എടുത്തുകൊണ്ട് വിഷയത്തിൽ മാറാൻ പാടില്ല. വിശ്വാസത്തിലും മതപരിവർത്തനത്തിലുമാണ് ഈ തർക്കമെങ്കിൽ വിശ്വാസികൾ ഏറെ എത്തുന്ന പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ധർമ്മസ്ഥല. അവിടുത്തെ ദുരൂഹതകൾ നീങ്ങുമോ? ധർമ്മസ്ഥലയിൽ പരിശോധന തുടരുകയാണ്. ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതക വെളിപ്പെടുത്തലിൽ തുടർച്ചയായി 4ാം ദിവസവും തെരച്ചിൽ നടന്നു. നേത്രാവതി പുഴയോട് ചേർന്നുള്ള 8ാം പോയിന്റിലായിരുന്നു JCB ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് തെരച്ചിൽ നടത്തിയത്. 6ാം പോയിന്റ് തലയോട്ടി അടക്കം കണ്ടെത്തിയതോടുകൂടി ശുചീകരണ തൊഴിലാളി പറഞ്ഞ സ്ഥലങ്ങളിൽ തെരച്ചിൽ ഊർജിതമാക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അവിടെ നിന്ന് വാർത്ത തുടർച്ചയായി നൽകുന്ന KV ബൈജുവിന്റെ റിപ്പോർട്ടിലേക്കാണ് ഇനി. ധർമ്മസ്ഥലയിൽ 4ാം ദിനത്തിൽ 7ഉം 8ഉം പോയിന്റിൽ പരിശോധന നടത്തിയപ്പോൾ കാര്യമായ വിവരങ്ങളൊന്നും SIT പുറത്തുവിട്ടിട്ടില്ല. നമുക്ക് ലഭിക്കുന്ന സൂചന അനുസരിച്ച് വലിയ തോതിലുള്ള വസ്തുക്കളൊന്നും ഇവിടെ നിന്ന് ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. എന്തായാലും ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായി അറിയിക്കേണ്ടത് SIT ആണ്. നിലവിൽ 6ാം പോയിന്റിൽ നിന്നും ലഭിച്ച ഇത്തരത്തിലുള്ള മൃതദേഹാവശിഷ്ടങ്ങൾ ഉൾപ്പെടെ SIT ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. എന്തായാലും 13 പോയിന്റുകളും കൃത്യമായി പരിശോധിച്ചതിന് ശേഷം മാത്രം ഇത്തരം കാര്യങ്ങൾ മാധ്യമങ്ങളോട് പങ്കുവച്ചാൽ മതി എന്ന തീരുമാനത്തിലാണ് SIT ഉള്ളത്. നിലവിൽ ഈ മറ്റുള്ള, അതായത് 9 മുതൽ 13 വരെയുള്ള ഈ പോയിന്റുകൾ, ആ സ്ഥലങ്ങൾ, അത് ഇനി വരും ദിവസങ്ങൾ പരിശോധിക്കും. നാളെ 9ാം പോയിന്റിലാണ് പരിശോധന. എന്തായാലും റോഡിനോട് ചേർന്ന് കിടക്കുന്ന, വനത്തിന് അരികിലായി കിടക്കുന്ന പ്രദേശമാണ് 9 മുതൽ 11 വരെ. 12ഉം 13ഉമാണ് വ്യത്യസ്തമാവുന്നത്. 13 ഈ സ്നാനഘട്ടയ്ക്ക് സമീപമാണുള്ളത്. എന്തായാലും നാളെ JCB ഉൾപ്പെടെ ഉപയോഗിച്ചുള്ള പരിശോധനയ്ക്കാണ് എന്തായാലും തയ്യാറാകുന്നത്. JCB ഉപയോഗിച്ച് പരിശോധന നടത്താൻ പറ്റുന്ന സ്ഥലം തന്നെയാണത്. റോഡിൽ നിന്നും ചെറിയ ദൂരം മാത്രം, റോഡിൽ നിന്ന് കാണാവുന്ന ദൂരം മാത്രമാണ് നാളത്തെ പരിശോധന ഉള്ളത്. എന്നാലും ഇന്ന് വളരെ നിർണായകമായ പരിശോധനയായിരുന്നു 8.8 നടന്നത്. പക്ഷേ കൃത്യമായ വിവരങ്ങൾ ഇതിൽ നിന്നൊന്നും ഒന്നും പുറത്തു വരുന്നില്ല. ഒരു പക്ഷേ കാര്യമായ വസ്തുക്കൾ അവിടെ നിന്ന് ലഭിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഇത് ഔദ്യോഗികമായി SIT തന്നെയാണ് പറയുന്നത്. അതോടൊപ്പം മംഗളൂരുവിലും അതുപോലെ തന്നെ ബെൽത്തങ്ങാടിയിലും ആരംഭിച്ച ഹെൽപ്പ് സെന്ററിൽ കൂടുതൽ പേർ പരാതിയുമായി രംഗത്ത് എത്തിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതും
വളരെ രഹസ്യമായി തന്നെ ഇവരുടെ ഐഡന്റിറ്റി പുറത്തുവിടാതെയാണ് SIT ഇത് കൈകാര്യം ചെയ്യുന്നത്. കൂടുതൽ പേർ പരാതിയുമായി രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. എന്തായാലും ശുചീകരണ തൊഴിലാളിയെ പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ഒരു തെരച്ചിലാണ് ഇന്നും ഈ ധർമ്മസ്ഥലയിൽ കാണാൻ സാധിച്ചത്. നാളെയും തിരച്ചിൽ തുടരും. നാളെ പ്രധാനമായും 9 മുതൽ 11 വരെയുള്ള സ്ഥലങ്ങൾ വളരെ വേഗത്തിൽ പരിശോധന നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. വിശദമായ പരിശോധനയാണ് ഓരോ ഭാഗങ്ങളിൽ നടക്കുന്നത്. ഇന്നും JCB ഉപയോഗിച്ച് പരിശോധന നടത്താൻ സാധിച്ചു. അത് 8-ലായാലും 7-ലായാലും ഇത്തരത്തിലുള്ള പരിശോധന നടത്താൻ സാധിച്ചു. നാളത്തെ പരിശോധനയും എന്തായാലും നിർണായകം തന്നെയാണ്. അത് റോഡിനോട് ചേർന്ന് കിടക്കുന്ന 1-ലധികം മൃതദേഹങ്ങൾ ഇത്തരത്തിൽ കുഴിച്ചിട്ടുണ്ടെന്ന് പറയുന്ന പ്രദേശമാണ്. ആ പ്രദേശം കൂടി പരിശോധിച്ച് 13 പോയിന്റുകളും പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഇനി തുടർ നടപടികളിലേക്ക് SIT കടക്കൂ. ഇനി കൂടുതൽ ഇടങ്ങളിലേക്ക് പരിശോധിക്കണോ, അതെന്താണ് അത്തരം കാര്യങ്ങൾ എന്നതിനെക്കുറിച്ചുള്ള ഒരു കാര്യങ്ങൾ ഉണ്ടാവും. ഏതായാലും അത് വലിയ കൂടിയാലോചനയ്ക്ക് ശേഷമായിരിക്കും. ഈ സാക്ഷി മൊഴി നൽകിയ ഈ കൃത്യം തന്നെ ചെയ്യാൻ ഇത്തരത്തിൽ നിർബന്ധിച്ചു എന്ന് പറയുന്ന ആളുകളെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അത്തരം തീരുമാനങ്ങളെല്ലാം ഈ ലഭിച്ച വസ്തുക്കളുടെ അനുസരിച്ചുള്ള ആ ഒരു കാര്യത്തിലായിരിക്കും ഉണ്ടാവുക. എന്തായാലും ഇന്നലെ ലഭിച്ച മൃതദേഹാവശിഷ്ടം ഇപ്പോൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇത് 1-ൽ കൂടുതൽ പേരുടെ ഇത്തരത്തിലുള്ള മൃതദേഹാവശിഷ്ടങ്ങളാണോ, അത്തരം കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ട്. എന്തായാലും നാളത്തെ പരിശോധന 9-ലായിരിക്കും. ധർമ്മസ്ഥലയിൽ നിന്നും KB ബൈജു, ന്യൂസ് 18. യെസ്, അങ്ങനെ ധർമ്മസ്ഥല വലിയ ദുരൂഹത പുലർത്തുമ്പോൾ കൊച്ചു കേരളത്തിൽ, നമ്മുടെ കേരളത്തിൽ ആലപ്പുഴ, ചേർത്തല, പള്ളിപ്പുറത്തും ഇത്തരത്തിൽ തന്നെയാണ് ഒരു ദുരൂഹത. അത് ധർമ്മസ്ഥലയിലേതുപോലെ അത്ര വലുതല്ല എങ്കിൽ പോലും മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ കേസിൽ മുഖ്യപ്രതി സെബാസ്റ്റ്യനെതിരെ ഐഷ തിരോധാന കേസിലും നിർണായകമായ വെളിപ്പെടുത്തൽ. ഐഷയും സെബാസ്റ്റ്യനും തമ്മിൽ അടുത്ത ബന്ധം ഉണ്ടായിരുന്നതായും സെബാസ്റ്റ്യന് നൽകിയ പണം വാങ്ങാൻ പോയ ദിവസമാണ് ഐഷയെ കാണാതായത് എന്നും സെബാസ്റ്റ്യന്റെ പെൺ സുഹൃത്ത് റോസമ്മ ന്യൂസ് 18നോട് വെളിപ്പെടുത്തി. ബിന്ദു പത്മനാഭൻ, 2012 ഐഷ, 2024 ഡിസംബറിൽ ജൈനമ്മ. പള്ളിപ്പുറത്ത് വീട്ടുവളപ്പിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ കേസിലെ മുഖ്യപ്രതി സെബാസ്റ്റ്യന് വാർനാട് ഐഷ തിരോധാന കേസിലും നിർണായക പങ്കുണ്ടെന്ന വെളിപ്പെടുത്തലാണ് ന്യൂസ് 18 പുറത്തുവിടുന്നത്. ഐഷയും സെബാസ്റ്റ്യനുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്ന് സെബാസ്റ്റ്യന്റെ മുൻ പെൺസുഹൃത്തായ റോസമ്മ. സെബാസ്റ്റ്യനും ഐഷയും തമ്മിൽ സൗഹൃദമുണ്ട്. ഐഷയെ കാണാതാകുന്നത് 4 സെന്റ് സ്ഥലം രജിസ്റ്റർ ചെയ്യുന്നതിനായി തീരുമാനിച്ചതിന്റെ തലേ ദിവസം. സെബാസ്റ്റ്യന്റെ കയ്യിലുണ്ടായിരുന്ന തന്റെ പണം തിരികെ വാങ്ങാൻ പോയ ഐഷയെ പിന്നെ ആരും കണ്ടിട്ടില്ല. അതിന് പോകാം, പിന്നെ കണ്ടിട്ടില്ല. വന്ന് തന്നെ 3 പ്രാവശ്യം എന്നെ വിളിച്ചു. ഞാനൊരു വന്നപ്പോൾ തൊട്ടൊരു 5-8 പ്രാവശ്യം എല്ലാം തിരിച്ചു വിളിച്ചു, എടുത്തില്ല. പിറ്റേ ദിവസവും ഞാൻ അങ്ങോട്ട് വിളിച്ചുകൊണ്ടിരുന്നു, ഫോൺ എടുത്തില്ല. സ്ഥലം വാങ്ങാൻ വായ്പയെടുത്തും ചിട്ടിപിടിച്ചും ഐഷ കണ്ടെത്തിയ തുക മുഴുവൻ വീട്ടിലുണ്ടായിരുന്നില്ലെന്ന് കാണാതായ ശേഷം മക്കൾ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി. കാണാതാകുന്നതിന് മുൻപ് ഐഷയും സെബാസ്റ്റ്യനും ഒരു ദിവസം മുഴുവൻ തന്റെ വീട്ടിലുണ്ടായിരുന്നു. തന്റെ അനുമതിയില്ലാതെ JCB കൊണ്ട് പുതുതായി വാങ്ങിയ പുരയിടം അവർ തെളിച്ചു. സ്ത്രീകളെ സ്നേഹം നടിച്ച് വലയിലാക്കുന്നയാളാണ് സെബാസ്റ്റ്യൻ. പണം ചോദിക്കാൻ പോയ ഐഷയെ കൊലപ്പെടുത്തിയിട്ടുണ്ടാകും. താൻ രക്ഷപ്പെട്ടത് ഭാഗ്യത്തിന്. കാണാതായ ദിവസവും ശേഷവും പലതവണ ഐഷയുടെ ഫോണിൽ നിന്നും കോളുകൾ വന്നു. എടുത്താൽ സംസാരിക്കുകയില്ല, തിരിച്ചു വിളിച്ചാലും അങ്ങനെ തന്നെ. പറഞ്ഞത് ഐഷയുടെ കോളാന്ന് പറഞ്ഞ് എടുത്ത് കാണിച്ചു. അവർ നോക്കുകയും ചെയ്തു. ചേർത്തല പോലീസ് സ്റ്റേഷനായിരുന്നു. അതെ അതെ, അവരത് അന്വേഷിച്ചില്ലായിരിക്കും, അല്ലെങ്കിൽ അതിന് മറുപടി കിട്ടുകയല്ലോ. സ്ഥലം വാങ്ങാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞാണ് ഭൂവുടമയായ റോസമ്മയെ സെബാസ്റ്റ്യൻ ആദ്യം സമീപിക്കുന്നത്. പിന്നീട് സൗഹൃദത്തിലാക്കി വിവാഹാഭ്യർത്ഥന നടത്തി. ഇതിനിടെയാണ് ഐഷയുടെ കടന്നുവരവും തിരോധാനവും. ബിന്ദു പത്മനാഭൻ തിരോധാന കേസിന് ശേഷമാണ് റോസമ്മയുമായി അടുപ്പത്തിലാകുന്നത്. ബിന്ദു എവിടെയെന്ന് ഇതുവരെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. JCB ഉപയോഗിച്ച് തന്റെ പറമ്പ് സെബാസ്റ്റ്യൻ വൃത്തിയാക്കി എന്നതുൾപ്പെടെയുള്ള വെളിപ്പെടുത്തൽ കേസിന്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. ഈ 3 സ്ത്രീകളുടെയും തിരോധാനത്തിൽ സെബാസ്റ്റ്യന് ബന്ധമുണ്ടെന്ന സൂചനകൾക്ക് ബലം നൽകുന്നതാണ് വെളിപ്പെടുത്തലുകൾ ഓരോന്നും. സെബാസ്റ്റ്യനുമായി അടുത്ത ബന്ധം ഐഷ പുലർത്തിയിരുന്നു എന്നുള്ളതാണ്. കാണാതാകുന്നതിന് തൊട്ടു മുമ്പ് സ്ഥലമിടപാടുമായി ബന്ധപ്പെട്ട് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് പണം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിലായിരുന്നു ഐഷ. ആ ഒരു പോക്കാണ് പിന്നീട് അവരുടെ തിരോധാനത്തിലേക്ക് എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ്. സെബാസ്റ്റ്യൻ അതിനകത്ത് കൃത്യമായി പങ്കുണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഇവർ ഓരോരുത്തരും സംശയിക്കുന്നത്. ചേർത്തല ശാസ്തൻ കവലയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18.
ഐഷ തിരോധാന കേസിലെ ഏറ്റവും നിർണായകമായ വെളിപ്പെടുത്തലാണ് റോസമ്മ ന്യൂസ് 18നോട് നടത്തിയത്. ഇതേ തുടർന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് സംഘം ഇന്ന് അവരെ തേടി എത്തുകയും ചെയ്തിരുന്നു. ഇന്ന് ഉച്ചയോടെയായിരുന്നു ആലപ്പുഴയിൽ നിന്നുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ എത്തിയത്. സെബാസ്റ്റ്യൻ ഐഷയെ കൊലപ്പെടുത്തിയതാകാം എന്ന വെളിപ്പെടുത്തൽ ആണ് ന്യൂസ് 18നോട് റോസമ്മ നടത്തിയത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ആണ് സംഘം എത്തുകയും ചെയ്തത്. നമ്മൾ മലയാളികൾ പാറശാലയിലെ ഷാരോൺ എന്ന യുവാവിനെയും ആ യുവാവിനെ ജ്യൂസിൽ വിഷം നൽകി കൊലപ്പെടുത്തിയ ഗ്രീഷ്മയെയും മറന്നിട്ടില്ല. അതിന് സമാനമായ ഒരു കൊലപാതകം കോതമംഗലത്ത് നടന്നു. അതെന്താണെന്ന് നോക്കാം ഇടവേളയ്ക്ക് ശേഷം.